അതിൽ നിന്നെത്തുന്ന ഓരോ വാർത്തകളും കെയ്റോയെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ഹുല്ലഗുഖാനും സൈന്യവും പട്ടണത്തെ അതിൻ്റെ അടിത്തറയിളകും വിധത്തിൽ ആക്രമിച്ചു. കീഴടങ്ങിയ നഗരത്തിൽ 40 ദിവസം അവർ അഴിഞ്ഞാടി. ടൈഗ്രീസും യൂഫ്രട്ടീസും രക്തവും മഷിയും കലർന്ന് നിറം മാറി ഒഴുകിത്തുടങ്ങിയിരിക്കുന്നു. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ ഒരു ഖബർസ്ഥാനായി മാറി. ദൂതന്മാർ അറിയിച്ചു. സുൽത്താൻ ഖുത്തൂസ് വാർത്തകൾ അറിഞ്ഞ് നൈരാശ്യത്തിലാണ്. അഭിമാനവും അസ്തിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. തൻ്റെ സഹോദരങ്ങൾ മംഗോൾ കാബാലികന്മാരുടെ കൊടും ക്രൂരതയ്ക്കിരയാക്കപ്പെട്ടിരിക്കുന്നു. സമർക്കന്ത് മുതൽ ഡമസ്കസ് വരെ അവർ നശീകരണ പദ്ധതി നടപ്പിലാക്കി. അടുത്തത് കെയ്റോയും ഹിജാസുമാണ്. രണ്ടും പ്രതിരോധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും ആവുന്നില്ല. ഖുത്തൂസ് അന്തർമുഖനായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം? അദ്ദേഹം ആലോചിച്ചു. 1258 ചെങ്കിസ് ഖാന്റെ പൗത്രനും മംഗോൾ സൈന്യാധിപനുമായ ഹുല്ലഗുവിന്റെ നേതൃത്വത്തിൽ മംഗോളുകൾ ബാഗ്ദാദ് ആക്രമിക്കുന്നത്. ബാഗ്ദാദ് കീഴടക്കിയ ഹുല്ലഗു രക്തം കട്ടപിടിപ്പിക്കുന്ന ക്രൂരതയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്. ലോകനാഗരികതയുടെ തലസ്ഥാനത്തെ അയാൾ ഒരു ശ്മശാനമാക്കി മാറ്റി. ആ സമയത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന മംലൂക്ക് ഭരണകൂടത്തിലെ സുൽത്താനായിരുന്നു സുൽത്താൻ ഖുത്തൂസ്. പല നീക്കങ്ങളും ഖുത്തൂസ് ചിന്തിച്ചു. പക്ഷേ സാധ്യതകളൊക്കെ അകലുന്നതായി തോന്നി. മംഗോൾ സൈന്യം ലോകം മൊത്തം നാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. പല സാമ്രാജ്യങ്ങളും യുദ്ധം പോലും ചെയ്യാതെ അവർക്ക് മുമ്പിൽ കീഴടങ്ങി കഴിഞ്ഞു. പോരാത്തതിന് കുരിശ് സൈന്യങ്ങളും മധ്യേഷ്യയിൽ അവർക്ക് സഹായം നൽകുന്നുണ്ട്. 7ാം കുരിശ് യുദ്ധത്തിലെ വിജയി കൂടിയായ ഖുത്തൂസിനോട് അവർക്ക് അതിൻ്റെ പകയുമുണ്ട്. സുൽത്താൻ ഖുത്തൂസിന്റെ മനസ്സിൽ ആ നാമം കടന്നു വന്നു. ബൈബർസ്. അതെ, റുക്നുദ്ദീൻ സാഹിർ ബൈബർസ്. ബൈബർസിന്റെ സഹായം തേടുക. കുരിശ് യുദ്ധങ്ങളിൽ തൻ്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത ബൈബർസിന്റെ കഴിവിൽ സുൽത്താന് സംശയമില്ലായിരുന്നു. സുൽത്താൻ എടുക്കുന്ന ഓരോ തീരുമാനവും ഒരു ചരിത്രഗതിയിലേക്കുള്ള പാലായനമായിരിക്കും. മംഗോൾ അധിനിവേശത്തിന്റെ ദുരന്തങ്ങൾ ലോകത്തെ അത്രയേറെ ബാധിച്ചിരുന്നു. റുക്നുദ്ദീൻ ബൈബർസ്, അബൂ ഫത്തഹ് അഥവാ വിജയങ്ങളുടെ പിതാവ്, അങ്ങനെയാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു കിപ്ചക് തുർക്ക് വംശജനായിരുന്നു. തവിട്ട് നിറവും നീലക്കണ്ണുകളും മുഴങ്ങുന്ന ഗാംഭീര്യമുള്ള ശബ്ദവുമൊക്കെ ഒത്തുചേർന്ന ഒരു ആജാനുബാഹുവാണ് അയാൾ. നന്നേ ചെറിയ പ്രായത്തിൽ സിറിയയിലെ അടിമ മാർക്കറ്റിൽ എത്തിക്കപ്പെട്ട സർക്കേഷ്യൻ ബാലൻ ലെവന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായി മാറിയ ഒരു അറബിക്കഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അടിമച്ചന്തയിൽ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ട മംലൂക്ക് അമീറായിരുന്ന ബുന്ദുക്ദാർ അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങുകയായിരുന്നു. ബൈബർസിന്റെ കഴിവിൽ മതിപ്പ് തോന്നിയ അമീർ അദ്ദേഹത്തെ സുൽത്താന്റെ സുരക്ഷാ സൈന്യത്തിൽ ഉൾപ്പെടുത്തി. പിന്നീട് ബൈബർസിന്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. 1244 ഫ്രാങ്ക് സൈന്യവും ഈജിപ്തിലെ മംലൂക്ക് സൈന്യവും തമ്മിലെ യുദ്ധത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തോടെ മംലൂക്ക് സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച പോരാളി എന്ന ഖ്യാതി അദ്ദേഹം നേടി. അതിനുശേഷം സിറിയയും ജോർദാനും ലബനാനും ഒക്കെ അടങ്ങുന്ന ലെവന്റ് മേഖലയിൽ നിയോഗിതനായ ബൈബർസിനെ പിന്നീട് മംഗോൾ ആക്രമണ കാലത്താണ് ഈജിപ്ത് സുൽത്താൻ തിരിച്ചു വിളിക്കുന്നത്. ആ യുദ്ധത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം ലെവന്റിന്റെ വിമോചന യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. മംഗോളികളെ നേരിടുന്ന കാര്യത്തിൽ സുൽത്താനും പരിവാരങ്ങളും വ്യത്യസ്ത അഭിപ്രായക്കാരായിരുന്നു. മംഗോളുകളുടെ പരാജയപ്പെടില്ല എന്നൊരു വിശ്വാസം പോലും അറബികൾക്കിടയിൽ പ്രചരിച്ച കാലമായിരുന്നു അത്. പക്ഷേ സുൽത്താൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അതോടെ മറ്റഭിപ്രായങ്ങൾ തള്ളപ്പെട്ടു. മംഗോളികളെ നഗരത്തിലെത്തിയിട്ട് പ്രതിരോധിക്കുന്നതിലും സുൽത്താന് താല്പര്യമില്ലായിരുന്നു. അവർ എന്നുകൂടിയ നഗരങ്ങളിലൊക്കെ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ അത്രക്കുണ്ടായിരുന്നു. ബാഗ്ദാദ് പട്ടണത്തിൽ മാത്രം 9 ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. മംഗോളുകളെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനുള്ള സുൽത്താന്റെ തീരുമാനം ബൈബർസും അംഗീകരിച്ചു. സുൽത്താൻ ഖുത്തൂസിന്റെയും ബൈബർസിന്റെയും സൈന്യം മംഗോൾ സൈന്യത്തെ ഐനുൽ ജാലൂത്തിൽ വെച്ച് നേരിടാൻ തീരുമാനിച്ചു. ദാവൂദ് പ്രവാചകൻ ജാലൂത്തിനെ തുരത്തിയ ഐനുൽ ജാലൂത്തിൽ. ചരിത്രം ആവർത്തിച്ചു. ലോകം മൊത്തം ഒരു ജാലൂത്തിനെ പോലെ പടർന്നു പിടിച്ച മംഗോളിയരെ ദാവൂദിന്റെ പ്രതിനിധികളായ ബൈബർസും ഖുത്തൂസും പിടിച്ചുകെട്ടി. മംഗോളുകൾ ചെങ്കിസ് ഖാന്റെ പടയോട്ടം തുടങ്ങിയതിനു ശേഷം ആദ്യമായി പരാജയപ്പെട്ടു. ഖുത്തൂസും ബൈബർസും തങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് പകരം വീട്ടി. നാഗരികതകളെയും സംസ്കാരങ്ങളെയും വലിയ ഒരു വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനുള്ള ചുമതല നാഥൻ നൽകിയത് ആ വീരയോദ്ധാക്കൾക്കായിരുന്നു. പക്ഷെ വിജയാഹ്ലാദം അധികമൊന്നും നീണ്ടുനിന്നില്ല. യുദ്ധത്തിന് ശേഷം നടന്ന കലാപശ്രമത്തിൽ സുൽത്താൻ ഖുത്തൂസ് കൊല്ലപ്പെട്ടു. ലോകത്തെ ഒരു വലിയ വിപത്തിനെ ആഫ്രിക്കയുടെയും അറബ് ലോകത്തിന്റെയും കവാടത്തിലിട്ട് അവസാനിപ്പിച്ച മഹാനായ സുൽത്താൻ രക്തസാക്ഷിയായി. ഒരു നിയോഗം പോലെ ഭരണം ബൈബർസിന്റെ കയ്യിലെത്തി. അങ്ങനെ സിറിയൻ അടിമച്ചന്തയിലെ സർക്കേഷ്യൻ മാലൻ ആ മംലൂക്ക് സുൽത്താനായി. പിന്നീട് ലെവന്റ് കണ്ടത് ബൈബർസിന്റെ തേരോട്ടമായിരുന്നു. ഐൻ ജാലൂത്ത് കഴിഞ്ഞ ഉടനെ ബൈബർസ് തങ്ങൾക്കെതിരെ മംഗോളിയരെ സഹായിച്ച ഫ്രാങ്ക് കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ആക്രമിച്ചു തകർത്തു. 1189 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ജെറുസലേമിൽ നിന്ന് ഫ്രാങ്ക് സൈന്യത്തെ ഒഴിപ്പിച്ചിരുന്നെങ്കിലും പടിഞ്ഞാറേ തീരം മുഴുവൻ അവരുടെ കയ്യിലായിരുന്നു. അതുവഴി യൂറോപ്പിൽ നിന്ന് അവർക്ക് സഹായങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. അവിടെയുള്ള ഫ്രാങ്ക് ആധിപത്യം അവസാനിപ്പിച്ചതും സുൽത്താൻ ബൈബർസാണ്. ജാഫയിലെയും ഏക്കറിലെയും ആന്റിയോക്കിലെയും ഫ്രാങ്ക് ആധിപത്യം അവസാനിപ്പിച്ച ബൈബർസ് മംഗോളിയരുടെ സാമന്ത രാജ്യമായിരുന്ന സെലീഷ്യൻ അർമീനിയും പിടിച്ചെടുത്തു. തന്റെ മുൻഗാമികൾക്കൊന്നും കീഴടങ്ങാതിരുന്ന തെക്കൻ ഈജിപ്തിലെ നൂബിയൻ ഭരണകൂടമായ മക്കൂരിയെയും ബൈബർസ് കീഴടക്കി. അബൂ ഫത്താഹ്
അഥവാ വിജയങ്ങളുടെ പിതാവ് എന്ന നാമത്തിനോട് നീതി കാട്ടിയ ബൈബർസ് നയതന്ത്രത്തിലും ജനക്ഷേമപരമായ ഭരണനിർവഹണത്തിലും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. ബാഗ്ദാദ് അധിനിവേശ കാലത്ത് ഹുല്ലാഗുവിൻ്റെ ക്രൂരതയിൽ മനം മടുത്ത അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരപുത്രനും ഗോൾഡൻ ഹോഡയിലെ ചക്രവർത്തിയുമായിരുന്ന ബർക്കെ ഖാനുമായി സുൽത്താൻ ബൈബർസിന് നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു. മധ്യേഷ്യയിലെ മംഗോൾ ക്രൂരതയ്ക്കെതിരിൽ ഒരുമിച്ച് പ്രവർത്തിച്ച അവർ ഉസ്ബക്ക്, അഫ്ഗാൻ തുടങ്ങിയ മേഖലകളിലെ മംഗോൾ ആധിപത്യവും അവസാനിപ്പിച്ചു. ഹുല്ലാഗുവിൻ്റെ ഇൽഖാൻ ഭരണകൂടത്തിൻ്റെ കയ്യേറ്റങ്ങളെ പ്രതിരോധിക്കാൻ ബെർക്കെ ബൈബർസിന് സഹായിച്ചു. നയതന്ത്രപരമായ മറ്റൊരു നേട്ടം ഖിലാഫത്ത് പുനഃസ്ഥാപിച്ചതായിരുന്നു. ബാഗ്ദാദ് ആക്രമിച്ച ഹുല്ലാഗു ഖലീഫയായിരുന്ന മുസ്തസിമിനെ കൊന്നുകളഞ്ഞിരുന്നു. ബൈബർസിന്റെ മംഗോൾ വിജയത്തോടെ ഖലീഫയായിരുന്ന സാഹിർ ബില്ലാഹിയുടെ പുത്രൻ അഹമ്മദ് മംഗോൾ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തിരുന്നു. ഈജിപ്തിലെത്തിയ അദ്ദേഹത്തെ ബൈബർസ് ഖലീഫയായി ബയ്യത്ത് ചെയ്തു. വിഖ്യാത പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇസുദ്ദീൻ അബ്ദുസലാമിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്. ഈജിപ്തിൽ അദ്ദേഹത്തിന്റെ ഖുതുബയും നാണയവും പുറത്തിറക്കി. സുൽത്താൻ ബൈബർസിന്റെ കാലത്താണ് മിസ്രിൽ 4 മദ്ഹബിനും ഖാദിമാരെ നിയോഗിച്ചു തുടങ്ങിയത്. വ്യക്തിജീവിതത്തിൽ തികഞ്ഞ സ്വാത്വികനായിരുന്ന ബൈബർസ് നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നില്ല. ഏതു വലിയവനും ചെറിയവനും കോടതിയിൽ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെട്ടിരുന്നു. പല ഘട്ടത്തിലും സുൽത്താൻ തന്നെ വിചാരണയ്ക്ക് ഹാജരായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹജ്ജിന് മുമ്പ് ഈജിപ്തിൽ നിന്ന് കാബയുടെ കില്ല കൊണ്ടുപോകുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചത് ഈ കാലത്താണ്. രാഷ്ട്രനിർമ്മാണത്തിലും കഴിവ് തെളിയിച്ച ആളായിരുന്നു അദ്ദേഹം. ഈജിപ്തിലും ഡമസ്കസിലുമായി ധാരാളം ഡാമുകളും കനാലുകളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. CE 1277 ഡമസ്കസിൽ വെച്ച് മരണപ്പെട്ട അദ്ദേഹത്തെ കബറടക്കിയത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ലൈബ്രറിയുടെ വളപ്പിലാണ്. റുക്നുദ്ദീൻ സാഹിർ ബൈബർസ് എന്ന ലെവന്റിന്റെ പോരാളിയുടെ ഖ്യാതി ഇന്നും മിസ്രിലെയും സൂറിലെയും ജനത പാടി നടക്കുന്നുണ്ട്. വീരനായകനായ തങ്ങളുടെ മുൻഗാമിയെ അവരിന്നും സ്മരിക്കുന്നു. ഒരു വിമോചകനെ തേടുമ്പോഴൊക്കെ ആ നാമം ആ ജനതയുടെ ഹൃദയങ്ങളിൽ ഒരാവേശത്തോടെ പെരുമ്പറ കൊട്ടി മുഴങ്ങി. അബൂ ഫത്താഹ് റുക്നുദ്ദീൻ സാഹിർ ബൈബർസ്.